ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിപിഐയെയും അനുകൂലിച്ച് സി.പി. ജോൺ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP ജനറൽ സെക്രട്ടറി സി.പി. ജോൺ പറയുന്നു. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ്ഡിപിഐയുടെയും കൂടെ നിൽക്കണമെന്നും സി.പി. ജോൺ പറഞ്ഞു. അപ്പോൾ അതത് കാലത്ത് ഓരോ പ്രസ്ഥാനങ്ങളെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ്. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയാണ് ബ്രാൻഡ് ചെയ്തത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്തെങ്കിലും വർഗീയവാദിയായിട്ടുണ്ടോ? അവർ അടിയന്തരാവസ്ഥയെ എതിർത്ത് ജയിലിൽ പോയ ആളുകൾ, ചെറിയ മമ്മൂക്ക ഈ അടക്കമുള്ള ആളുകൾ. ഇത് ബ്രാൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഹിന്ദു കാർഡ് കളിക്കാനാണ്, ഭൂരിപക്ഷ കാർഡ് കളിക്കുക. കേരളത്തിൽ ഏറ്റവും വികൃതമായ ഭൂരിപക്ഷ കാർഡ് കളിച്ചത് 87-ൽ EMS നമ്പൂതിരിപ്പാടാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, 2016 മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന് ലഭിക്കുന്നു, UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ വരികയാണ്. ഒപ്പം കെ മുരളീധരൻ ഇന്ന് ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അത് ശരിവെച്ചുകൊണ്ട്, അതായത് കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചുവെന്ന വലിയ വെളിപ്പെടുത്തൽ കെ മുരളീധരനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് UDF. വിവരങ്ങൾ. നിലിമ, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് ആവശ്യപ്പെടുകയാണ് CP ജോൺ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരുടെ ആയാലും വോട്ട് വാങ്ങി വിജയിക്കുക എന്നൊരു നിലപാടിലേക്ക് UDF എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇന്നത്തെ CP ജോണിന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നതും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല എന്നാണ് CMPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CP ജോൺ പറഞ്ഞിരിക്കുന്നത്. RSSനെ എതിർക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടതില്ല. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും കൂടെ നിൽക്കണമെന്നും CP ജോൺ പറയുന്നുണ്ട്. ന്യൂനപക്ഷം എല്ലാ കാലത്തും ഇരയാക്കപ്പെട്ട ആളുകളാണ് എന്നൊരു കാര്യം കൂടിയാണ് CP ജോൺ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നത് വ്യക്തമാണ്. കാരണം UDF വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ UDF എന്നൊരു മുന്നണിയുടെ സംവിധാനത്തെ സംബന്ധിച്ച് തന്നെ അത് സാരമായി ബാധിക്കാൻ ഇടയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനൊരു നീക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നീലിമ, വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ കൂടെ നിൽക്കണമെന്നാണ് CP ജോൺ പറഞ്ഞു വെക്കുന്നത്. CP ജോണിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിന്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. മിഥുൻ പിള്ള ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, വർഗീയതയായാലും ഒരുമിച്ച് ഇവരുടെ കൂടെ നിൽക്കണമെന്ന വലിയ സൈദ്ധാന്തികമായി പറഞ്ഞു വെക്കുകയാണ് CP ജോൺ. ആ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നീലിമ. കാരണം SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് UDF നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ആ പ്രസ്താവന വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടു കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഏതു തരത്തിലുള്ളതാണ് എന്ന് കേരള സമൂഹം മുൻപേ തന്നെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ മതമൗലികവാദം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളെ എത്തരത്തിലാണ് ഒരു മതനിരപേക്ഷത പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഇത്തരത്തിൽ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാം, അവരുടെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് തീർത്തും വിരോധാഭാസം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നീലിമ, ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.